എന്താ ഇവിടെ? ഇവിടെ വന്നിട്ട് നായൊന്ന് തിരിഞ്ഞിട്ട് ഈ കിണറിന്റെ ഇവിടെ നിന്നു. പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി. രുക്യുമ്മ പോലീസ് നായ വന്നത് ഇവിടെയാണ്. ഇല്ല, രുക്യുമ്മ നഷ്ടപ്പെടുന്ന 21-ാം തീയതി വൈകിട്ട് 3 മണിക്ക് 4 മണിക്ക് ഇടയിലാണ്. പക്ഷെങ്കിൽ പോലീസ് നായ ഓടിയത് ആ റൂട്ടിലാണ്. അപ്പൊ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളൊരു കാര്യം കണ്ടെത്തുന്നത് ഇതിലൂടെ ഒരു കാരണവശാലും ഉമ്മയ്ക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റില്ല. ഉപ്പയെ ഞാൻ കണ്ടു. രുക്യുമ്മ ഈ ഗേറ്റ് കടന്ന് ഇന്നല്ലെങ്കിൽ നാളെ വരും. ഇങ്ങനെ പോയിട്ടല്ലേ? ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? ഇങ്ങനെ പോയി. നമസ്കാരം, ഞാൻ ജെയിംസ്. നമ്മുടെ രുക്യുമ്മ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ 2.5 മാസം പിന്നിടുകയാണ്. നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാവരും ആ ദിവസങ്ങളിലൊക്കെ ഈ രുക്യുമ്മയുടെ തിരോധാനം അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പുതിയ വാർത്തകൾ ലഭിച്ചു. ഇപ്പോഴാണെങ്കിൽ സിനിമക്കാരുടെ മഞ്ഞക്കഥകൾ തുടങ്ങി. അവിടെ പവർ ഗ്രൂപ്പും പീഡനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടിയിട്ട് എല്ലാവരും അതിന് പിന്നാലെ യാത്ര ചെയ്തിരിക്കുകയാണ്. രുക്യുമ്മയുടെ കൊച്ചുമോൾ എന്നെ വിളിച്ചു. എൻ്റെ വലിയുമ്മയാണ്. ഉമ്മ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ 2.5 മാസം പിന്നിടുകയാണ്. ഒന്ന് നിങ്ങൾ വാർത്ത ചെയ്യുമോ? നിങ്ങളുടെ രീതിയിലൊരു അന്വേഷണം നിങ്ങൾക്കൊന്ന് നടത്താമോ? ഞങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നു, വരാമോ എന്ന് ചോദിച്ച് എന്നെ പല പ്രാവശ്യം വിളിച്ചു. ആ കുടുംബത്തെ വൈരാഗ്യബുദ്ധിയോടുകൂടി ചിലർ കാണുന്നുണ്ട്. അവരാണ് ഈ രുക്യുമ്മയുടെ തിരോധാനത്തിന് പിന്നിലെന്നുള്ളതൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങളോട് ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി ആളുകൾ കാണാനുള്ള ഒരു കാരണം എന്താണ്? ആരെങ്കിലും നിങ്ങളോട് അതുപോലെ വൈരാഗ്യബുദ്ധിയുള്ള ആളുകളുണ്ടോ? കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണിന്ന് വെള്ളം വരുന്നില്ല, അവനക്ക് അറിയണില്ല. അവൻ്റെ മുഖഭാവം കണ്ടിട്ട് അവനാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആൾക്ക് എന്നോട് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ CI പറഞ്ഞു എന്നോട്. അതിനിപ്പോൾ അവർക്ക് അന്വേഷണം നടത്തി അതൊക്കെ അവർക്ക് തീർക്കാവുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ. രുക്യുമ്മയെ ഇവർക്ക് ജീവനാണ്. ഇവരുടെ എല്ലാമാണ് രുക്യുമ്മ. ആ ഉമ്മ നഷ്ടപ്പെട്ട നിമിഷം മുതൽ ഈ കസേരയിൽ ഇവിടെ ഒരു തളർന്ന് മട്ടിലിരിക്കുന്ന ആ ഉപ്പയെ ഞാൻ കണ്ടു. ഇവർ മക്കളെല്ലാവരും ഈ രുക്യുമ്മ ഈ ഗേറ്റ് കടന്ന് ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. ഏതൊക്കെ രീതിയിലാണ് അവരെ ആക്രമിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിലാണ് നാട്ടുകാരും ഇവരോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. അയൽപക്കത്തുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഈ ടൗണിലുള്ള കുറച്ച് ആളുകൾ എന്നുള്ളത് മുൻപേ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം യാസറിന്റെ ഈ കൈയുടെ ബാക്കിലല്ലേ, ഇവിടെയാണ് ഈ പുറം ഭാഗത്തു നിന്നും കത്തി കുത്തി ഇറക്കി ആമാശയം വരെ കത്തി ഇരുന്നു അല്ലേ. യാസർ ഒരു സമയത്ത് മരണം മുമ്പിൽ കണ്ട ഒരാളാണ് അല്ലെ. മരിച്ചു എന്ന് വരെ കരുതിയ ആളാണ് യാസർ. പക്ഷേ യാസർ ശരിക്കും പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരവസ്ഥയിലുള്ളൊരു മനുഷ്യനാണ്. കാരണം നിങ്ങളുടെ സഹോദരനും അതുപോലെ തന്നെ ഒരു വെട്ടേറ്റു. ഞാൻ അഡ്മിറ്റായ അന്ന് മുതൽ തിരിച്ച് വീട്ടിൽ എത്തുന്നത് വരെ എൻ്റെ ഉമ്മയായിരുന്നു അവിടെ നിന്നായിരുന്നു. ഉമ്മ ഇങ്ങോട്ട് പോന്നിട്ടും കൂടെ അന്ന് അവിടെ വന്നിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വരുന്നത് വരെ ഉമ്മ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും സ്നേഹത്തിൽ കരുതലാണ് ഉമ്മ ഞാൻ നോക്കിയത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഈ കുത്തുകൊണ്ട് കിടന്ന സമയത്ത് 45 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ കുത്തിയ കത്തി ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിന്റെ 4 വിരലാറ്റിന്ന്. ഈ 4 വിരലും മുറിവേറ്റിരുന്നു അല്ലേ? ഓ, ഇവിടെ വലിയ പാടാണല്ലോ കാണിച്ചു കൊടുത്തത്. ഇത് കത്തി കയറിയത് പുറകിൽ നിന്നാണ് കുത്തിയത്? ഇത് കീറിയതാണ് ഇവര്. ഇവിടെ ഉണ്ടല്ലേ, ഇതിൽ തട്ടിയിട്ടാ ഉള്ളിൽ തട്ടിയിട്ട് ഇവിടെ കീറിയിട്ടാണ്. ഇവിടെ ഓപ്പൺ സർജറി ചെയ്തല്ലേ? കുടലിനൊക്കെ ഓട്ട വന്നിരുന്നു. ആണല്ലേ? കുടലൊക്കെ തുന്നിച്ചെടുത്തത് ആണല്ലേ? അതിനാണ് ഇത് ഇവിടെ കീറിയത്. ഓ, ഡോക്ടർ എന്താ പറഞ്ഞത്? കുറഞ്ഞ ഒരു ഭാഗ്യം കൊണ്ട് ശ്വാസകോശം അതിന് ചെറിയതായിട്ടൊരു കുറച്ചും കൂടെ തട്ടിയിട്ടുണ്ടായത് ആണ്ട് കീറി കഴിഞ്ഞാൽ പിന്നെ ആള് സ്പോട്ടിൽ മരിക്കും. പിന്നെ നമുക്ക് ശ്വാസം പിടിക്കാൻ കഴിയൂലല്ലോ. നമ്മൾ ദൂരത്തൊന്നും പോയി അന്വേഷിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം തൊട്ടടുത്ത് തന്നെ ഇവരോടും ഇവരുടെ കുടുംബത്തോടും ഒക്കെ വളരെ സ്നേഹമുള്ള ആളുകൾ, രാത്രിയിൽ ഒരു ജീപ്പ് നിറയെ ആളുകളെ വിട്ട് ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുള്ള ആളുകൾ ഇവർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ടും വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ആക്രമിച്ചതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എത്ര വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇത്ര വലിയൊരു പക ഉള്ളിൽ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവരിവിടെ വന്ന് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലും പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? ചെയ്യിച്ച ആള് പറഞ്ഞത് കൊലപാതക ശ്രമം ഇങ്ങനെ ആയുധം കൊണ്ടുള്ള ആക്രമണമൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഈ ഹോട്ടൽ പ്രശ്നം തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇവരെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കിട്ടിക്കഴിഞ്ഞാൽ തകർത്ത് കളയുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്ക് ഉണ്ട് എന്നുള്ളത് 100% സത്യമാണ്. ഇവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണ്? അതാണല്ലോ ഈ വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുന്ന ആളുകൾ. അവർ എങ്ങനെയാണ് പ്രവർത്തിക്കുക? സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് എങ്ങനെയാണ്? അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു മാറ്റി കളയുക, അവരുടെ പേരൻസിനെ അവരുള്ള സ്ഥലത്ത് നിന്ന് കിഡ്നാപ്പ് ചെയ്ത് മാറ്റിക്കളയുക. അങ്ങനെ ഏതെല്ലാം രീതിയിൽ വൈരാഗ്യ ബുദ്ധിയുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിൽ നിന്നും സത്യം എന്താണെന്നുള്ളത് പുറത്തു വരികയുള്ളൂ. ഇവരങ്ങനെയുള്ള ഒരു ക്യാരക്ടറും അല്ല. ഉമ്മ ആയാലും ഒരു ഒതുങ്ങിയ ആൾക്കാർ, എല്ലാവരോടും സ്നേഹം കാണിക്കണേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അമ്മോനായാലും എല്ലാവരും കൂട്ടിപ്പിടിക്കുന്ന ഒരാളാണ്. ദേഷ്യത്തിൽ പെരുമാറത്തക്കത്തിലുള്ളത് അവരെ ഭാഗത്ത് തെറ്റുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു കോണിലെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് ഇതുപോലെ നിങ്ങളോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയിട്ട് നിങ്ങളെ കാണുന്ന ആളുകൾ നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത്രയും വലിയൊരു ആക്രമണം നിങ്ങളുടെ നേരെ അവർ അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ അത്രയേറെ വൈരാഗ്യ ബുദ്ധി നിങ്ങളോടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു ക്രോക്കറ്റ് മെന്റാലിറ്റി ഉള്ള ആളുകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം. അവരവരുടെ മനസ്സിന്റെ കോണിൽ ആ വൈരാഗ്യം അങ്ങനെ തന്നെ അവർ സൂക്ഷിക്കും.
ആ വൈരാഗ്യത്തിന്റെ ബാക്കി പത്രമാണോ ഈ സംഭവിച്ചെന്നുള്ളത് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതിനൊരു ഉത്തരമില്ല. എന്തായാലും എങ്ങനെയായാലും കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഉമ്മനെ കിട്ടണം. അവരൊന്നും ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അല്ല ഉമ്മാൻ്റെ. ഉമ്മ അത്ര പ്രായമായ ഒരാളാണ്. അതെ, പക്ഷേ ആ ഉമ്മേനെ ആരും ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അവര് ഇവിടുന്ന് ഒരു ദിവസം ഈ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകാന്ന് പറയുന്നു. ഇവിടെ CC ക്യാമറ നിങ്ങൾക്കില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു CC ക്യാമറയേ ഉള്ളൂ. അവിടേക്ക് നമുക്ക് CC ക്യാമറ അവൈലബിൾ അല്ല. ഒരു CC ക്യാമറയിലും ഉമ്മയുടെ വിഷ്വൽ ഇല്ല. അപ്പൊ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ, CC ക്യാമറയെ കുറിച്ചൊക്കെ ബോധ്യമുള്ള ഒരാൾ ഈ വാതിക്കെന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയതാണെങ്കിലോ 15 മിനിറ്റിന്റെ ഉള്ളിൽ സംഭവിച്ചതാണ്. നിങ്ങളെ ഉപദ്രവിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കുഞ്ഞു മക്കള്, ചെറിയ മക്കളെ കടത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമായ ഈ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണത്. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊന്നെങ്കിൽ ബോഡി കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. ആരോ എവിടെയോ ആവിയായി പറഞ്ഞ ആകാശത്തോട്ട് പോകുന്നില്ലല്ലോ, ആത്മാവായിട്ട് പറഞ്ഞ ആകാശത്തോട്ട് പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷയിലോ ഒരു ബസ്സിലോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ റുക്കിയുമ്മയാണെന്നുള്ള അറിയാത്ത ആരുമില്ല. കാരണം നിങ്ങളല്ലേ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ. ഇവിടുത്തെ ഒരു വാഹനത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ട് ഇറക്കി വിടും. ഇത് മലയാളികളുടെ നാടാണ്, ഉത്തർപ്രദേശും ബീഹാറും ഒന്നും അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഉമ്മേനെ കടത്തിക്കൊണ്ടുവന്ന് ഈ ഗേറ്റിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതിന് മുമ്പേ ഉമ്മ ഇവിടെ എത്തേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരോ കരുതി കൂട്ടി പ്രവർത്തിക്കാതെ ഇങ്ങനെ സംഭവിക്കുമോ? എന്തെങ്കിലും ഉണ്ടോ? ആരും എന്തെങ്കിലും ചെയ്യാതെ ഉമ്മാനെ കാണാണ്ടിരിക്കൂലല്ലോ. എവിടെയെങ്കിലും ഒളിച്ച് വെച്ചിക്കേ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യക്കാരാണ് നമ്മോട് വന്ന് ചോദിക്കുക. അവർക്ക് നമ്മളെ ഉമ്മാനെ തരാലോ. പക്ഷെ എന്താണെന്ന് അറിയില്ല. പഠിച്ചവനും ഉമ്മാക്കും അറിയുള്ളൂ എന്താ സംഭവിച്ചു എന്ന്. നമുക്കിതിനൊരു ഉത്തരമില്ല. ഉപ്പ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ, ഇതിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണാൻ തോന്നും അല്ലേ? ഇതിലൂടെ ഇങ്ങനെയാണോ ഉമ്മ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ? വേറെ ഒരു വഴി അത് ഇങ്ങനെയാണോ വരുന്നത്? ഒരു വഴി ഇങ്ങനെ വരാം, ഒരു വഴി ഇങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉപ്പയ്ക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നിൽ കൂടെ ഇതാ ഈ വഴി കൂടി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉപ്പ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഈ ഗേറ്റിൽ കൂടെ ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകുന്ന ഏരിയ, ഇവിടെ നിന്ന് കൈ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇവിടെ നിർത്താം, വേണമെങ്കിൽ കയറി പോകാം. ഈ റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന നിങ്ങൾ അറിയുന്നവരല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ നമുക്ക് CC ക്യാമറ ഉള്ളത് വേറെ എവിടെയാണ്? ഈ ഗേറ്റിന്റെ ഇങ്ങോട്ട് ക്യാമറ വെച്ചിട്ട് ഇവിടുന്ന് ഈ വീടൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത്രയും തുറസായിട്ടുള്ള പ്രദേശമാണ്. പട്ടണം വളരെ അടുത്താണ്. ഇവിടുന്ന് ഒരു കുറച്ച് ചവിട്ടടി നടന്നു കഴിഞ്ഞാൽ പട്ടണമായി, തിരൂരങ്ങാടി നഗരമായി. ഇവിടെ CC ക്യാമറ ഉള്ള എവിടെയാണ്? CC ക്യാമറ ഈ വീട്ടിലുണ്ട്. അപ്പൊ ഇവിടുന്ന് ഉമ്മ ഈ വഴി കടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് കൈ കാണിച്ച് ഇതിലൂടെ വരുന്ന വണ്ടികൾക്ക് വേണം നിർത്താം, വേണം കയറി പോകാം. അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയോ CC ക്യാമറ ഉള്ളത്? ഈ വീട്ടിൽ CC ക്യാമറ ഉണ്ട്. ഗ്യാസ് ഏജൻസിയുടെ അവിടെയും ക്യാമറ കേടാണെന്നുള്ളത്. പിന്നെ എവിടെയാണ് CC ക്യാമറ പിന്നെ കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി ഉള്ള എവിടെയാണ്? അപ്പൊ ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ CC ക്യാമറയിൽ കിട്ടേണ്ടതാണ്. അവിടേക്ക് ഇഷ്ടംപോലെ CC ക്യാമറകളുള്ളതല്ലേ അവിടേക്ക്? ഇവിടെ വന്നിട്ട് കൈ കാണിക്കാനുള്ളൊരു അവധുമ്മാക്കില്ല. വണ്ടിയിൽ കയറാനും ഉമ്മാക്ക് കഴിയില്ല. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വണ്ടിക്ക് എടുത്തു വെക്കണം. അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഉമ്മാനെ പൊക്കി വണ്ടിയിൽ വെക്കാതെ ഉമ്മ സ്വയം കയറൂല. സ്വയം കയറാൻ പറ്റില്ല, ഓട്ടോറിക്ഷ പോലും കയറാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് പോയ റൂട്ട് ഏതാണ്? ഇവിടെ നമ്മുടെ ബാക്കിലേക്കാണ്. പോലീസിനായി പോയ വഴി നമ്മൾ ഇപ്പോൾ ഇന്ന് യാത്ര ചെയ്യാണ്, ബാക്കിൽ കൂടെയാണ്. ഓക്കെ, ഈ ബാക്കിൽ കൂടി ഇങ്ങനെയാണല്ലേ? ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വരാം അല്ലേ? അപ്പൊ ഇത് അടുക്കള ഭാഗമാണോ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് വഴിയുണ്ടോ? അങ്ങോട്ടേക്ക് ഇവിടുന്ന് പോലീസിനായി പോയത് ഇങ്ങനെയാണല്ലേ? ഇങ്ങനെ ഈ വീടിന്റെ പിൻഭാഗത്തൂരാണ് ഇവിടെ വന്ന് നിന്നോ? വീടാണോ ഇത്? ജ്യേഷ്ഠന്റെ വീടാണ്. ഇവിടെ വന്നിരിക്കലുണ്ട്. ഉമ്മ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ വന്ന് പോലീസിനായി നിന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയി, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്വകാര്യ പാർട്ടി ആരോ ഒരു നായിയായിട്ട് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഇതേപോലെ ആ പോലീസിനായി പോയ റൂട്ടിൽ കൂടെ തന്നെ വന്നു. അതെങ്ങനെയാ ഉമ്മയുടെ ഡ്രസ്സ് ആ നായനെ മണപ്പിച്ചോ? എങ്ങനെയാണത് വന്ന്? ഡ്രസ്സ് മണപ്പിച്ചതിന് ശേഷം പോലീസിനായി വന്ന അതേ റൂട്ടിൽ കൂടെ തന്നെ ആ നായ ഇവിടെ വന്നോ? രണ്ട് നായകളും ഇവിടെ വന്ന് തിരിഞ്ഞ ശേഷം അങ്ങോട്ട് പോയി. സ്മെല്ലൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി. വരും ഇങ്ങനെ പോയിട്ടല്ലേ? ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? ഇങ്ങനെ പോയി ഇവിടെ വന്നിട്ട് നായ ഒന്ന് തിരിഞ്ഞിട്ട് ഈ കിണറിന്റെ ഇവിടെ നിന്നു ഇങ്ങോട്ടേക്ക് ഒന്ന് പാസ് ചെയ്യണ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് നിന്നിട്ട് നേരെ അങ്ങനെ പോയത്. ഇത് കിണറാണോ? കിണറെന്ന് വെച്ചാൽ വലിയ കിണറാണോ? വലിയ കിണറിന് ചെറുതാക്കിയതാണ്. അപ്പൊ അടിയിലേക്ക് ഒരുപാട് ആഴുണ്ട്. ഇതിന് ആഴുള്ള കിണറാണ്. ഇതെല്ലാം നോക്കിയാണ്, ഗ്രില്ലെല്ലാം മാറ്റി നോക്കിയതാണോ? അല്ല, ഗ്രില്ലൊക്കെ മാറ്റി ചെക്ക് ചെയ്തു. ഇവിടുത്തെ പോലീസിനായി ഇങ്ങോട്ടാണ് ഓടിയതല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ CC ക്യാമറയിൽ പെടുമല്ലോ. ഈ CC ക്യാമറ പെട്ടിട്ടില്ല. ഇപ്പോൾ റക്യൂമ പോയി എന്ന് പറയപ്പെടുന്ന ആ വഴിയിലെ CC ക്യാമറ ഈ ഷോപ്പിലുള്ള, നമുക്ക് ഈ ഷോപ്പിലും ചോദിച്ചു നോക്കാം. നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ഒരു CC ക്യാമറ ഞാൻ ശ്രദ്ധിച്ചു. ആ ക്യാമറയിൽ പെടാതെ ഇതിലൂടെ ഒരാൾക്കും പോകാൻ വേണ്ടി പറ്റില്ല, ഒരു പക്ഷിക്ക് പോലും പറന്നു പോകാൻ വേണ്ടി പറ്റില്ല. ഇല്ല, ഇവിടെ നമുക്ക് 2 DVR ഉണ്ട്.
അത് ഷോപ്പിൻ്റെ ഉണ്ട്, ഒന്ന് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഉണ്ട്. രണ്ടും നമ്മൾ ചെക്ക് ചെയ്താണ്, ടൈം വെച്ചിട്ട് ചെക്ക് ചെയ്താണ്. പിന്നെ ഇവരില്ലാത്ത ടൈമിൽ നമ്മളും ചെക്ക് ചെയ്തു. നിങ്ങൾ നോക്കിയിരുന്നു? അവിടെ ഒരു ചെറിയൊരു 3 അടി വഴിയുണ്ട്, ആ വഴിയിലൂടെ വരുന്നത് എന്തായാലും ആ പോർഷനിൽ ഉണ്ടാവും, കിട്ടാതിരിക്കില്ല. ഇല്ല അതിലൂടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് വേറെ ക്യാമറ ഉണ്ട്, അതിലൂടെ സഞ്ചരിച്ചിട്ടില്ല. അവസാനം ഈ ഹോണസ്റ്റ് ബേക്കറി പിന്നെ അങ്ങനെ അങ്ങോട്ടാ പോയത്. പോലീസായി ഇവിടെ വന്നിട്ട് അങ്ങോട്ടാണ് അവിടെ ഒരു വീട്ടില് മുറ്റത്ത് പോയിട്ടൊരു കിണറിന്റെ ഒരു വശത്ത് ഇങ്ങനെ നിന്നു. റുക്യുമ്മ നഷ്ടപ്പെട്ടന്ന് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഹോണസ്റ്റ് ബേക്കറിയുടെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഇവിടെ വന്ന് അതുവരെ ചെക്ക് ചെയ്ത് പോയി. പുറത്തേക്ക് ഇറക്കേണ്ടൊന്നുമില്ല, അങ്ങനെ ഒരു കുഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണല്ലേ. നിങ്ങളുടെ ശ്രദ്ധയില് ഉമ്മ വന്നതോ അന്ന് പെട്ടമാരും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് CC ക്യാമറകൾ പുറത്ത് റോഡിലേക്ക് CC ക്യാമറകൾ അവിടെ വരെ ആ പള്ളി വരെ എത്തും. പക്ഷെ എങ്ങനെ പോയെന്നും പിടിച്ചെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇത് തിരൂരങ്ങാടി മസ്ജിദ് അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയാലും ഇവിടെ എല്ലാം CC ക്യാമറ ഉണ്ടല്ലോ. ഇത് ട്രെൻഡ്സിന്റെ CC ക്യാമറ അല്ലേ ഇത്? ഈ CC ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി മൊത്തം കാണാൻ വേണ്ടി പറ്റും. ഈ ക്യാമറ ചെക്ക് ചെയ്തായിരുന്നോ? ആ ക്യാമറയിലും പതിഞ്ഞിട്ടില്ല. നിങ്ങളുടെ CC ക്യാമറയുടെ ഔട്ടിരിക്കുന്നത് എവിടെയാണ്? മേലെയാണോ? മോണിറ്റർ ഒന്ന് കാണാൻ വേണ്ടി പറ്റുമോ? റുക്യുമ്മ നടന്നു പോയത് ട്രെൻഡ്സിന് മുമ്പിൽ കൂടെയാണ്. റോഡ് മാർഗം പോകുന്ന എല്ലാവരെയും ആ CC ക്യാമറയിൽ പതിയാതെ അവർക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ വല്ല മലക്ക് അല്ലെങ്കിൽ നമ്മൾ ആത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ വല്ല ആത്മാവായിട്ട് വല്ലതും റുക്യുമ്മ പോകേണ്ടി വരും. അല്ലാന്നുകൊണ്ട് തീർച്ചയായിട്ടും 100% ഈ ക്യാമറയിൽ പതിയേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ആ വിഷ്വൽ പോലീസിന് കിട്ടേണ്ടതാണ്. റുക്യുമ്മ ഒരു CC ക്യാമറയിലും പതിഞ്ഞിട്ടില്ല. ഇതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയം. ഇത്രയേറെ വാഹനങ്ങൾ, ഒരു ചെറിയൊരു പൂച്ചക്കുഞ്ഞ് പോയാൽ പോലും കൃത്യമായിട്ട് കാണാം അല്ലേ? അപ്പൊ നിങ്ങൾ ഈ വിഷ്വലൊക്കെ അന്ന് പോലീസിന് കൊടുത്തിരുന്നോ? അന്ന് പോലീസിന് അന്ന് കൊടുത്താ? അന്ന് പക്ഷേ റുക്യുമ്മയുടെ വിഷ്വൽ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാനിപ്പോ ആ CC ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കാൻ വേണ്ടി പോവാ. ഇപ്പൊ ഇതിനടുത്ത് പതിയൊന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഇതിലൂടെ ഒരു കാരണവശാലും ഉമ്മയ്ക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റില്ല. നടന്നു പോയിട്ടുണ്ടെങ്കിൽ ക്യാമറ പതിയായിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വണ്ടിയുടെ മറവിലൊക്കെ ഉമ്മ കുനിഞ്ഞിട്ടാ നടക്കുക. അപ്പൊ വണ്ടിയുടെ മറവിലൊക്കെ ഉമ്മനെ കാണാണ്ടാവുന്ന. പക്ഷെ ഒരു വണ്ടി പാസ് ചെയ്താലും ആ വണ്ടി പോയി കഴിഞ്ഞാലും ഉമ്മാക്ക് നടത്തം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും സ്ലോയിലാണ് ആള് നടക്കുക. ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ ഇവിടെ ഇങ്ങനെ അന്നേ ദിവസം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ CC ക്യാമറ വിഷ്വൽ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. വാഹനങ്ങൾ വല്ലപ്പോഴും വരികയും പോവുകയും ചെയ്യുന്നു, അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെന്താണ് സംഭവിച്ചത്? ഉമ്മ നടന്നു വന്ന് ഇങ്ങോട്ട് കയറി എന്നുള്ളതാണ്. പോലീസ് നായ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഈ CC ക്യാമറയിൽ ഒന്നും ഉമ്മയുടെ വിഷ്വൽ കൊടുക്കാതെ റുക്യുമ്മ നേരെ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരും ഇതിലൂടെ നേരെ വന്നു. ആ പോലീസ് നായ നേരെ ഇങ്ങോട്ട് വന്നു. ഇതിലൂടെ അങ്ങനെ വന്ന് എങ്ങോട്ടും പോവാതെ നേരെ വന്നിട്ട് ഇവിടെ ഒരു കിണറുണ്ട്. കിണറിന്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്നു. എന്നിട്ട് കുറച്ചിട്ട് ഇവിടെ ഇങ്ങനെ കയറി നിന്നു. ഇവിടെ വന്ന് പോലീസ് നായ നിന്നു. ഇങ്ങനെ കയറിയിട്ട് നിന്നു. ആണല്ലേ? പോലീസ് നായ അല്ലാതെ വേറൊരു നായെ കൊണ്ടുവന്നല്ലോ. ആ നായ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇത് ഇവിടെ വന്നു. ആ നായ ഇവിടെ വന്നു. അപ്പൊ 2 നായ ഇവിടെ വന്നു. ഈ ഗേറ്റ് കടന്ന് ഈ റോഡിൽ കൂടി ഇത്രയേറെ ദൂരം ഞങ്ങൾ നടന്നു. ഒരുപാട് ദൂരം ഇപ്പൊ നടന്നു. നമ്മളിപ്പോൾ 1 കിലോമീറ്ററോളം നമ്മളിപ്പോൾ നടന്നു. ഇവിടെ വരുമ്പോൾ ഒരുപാട് CC ക്യാമറകൾ കണ്ടു. ഈ CC ക്യാമറയിൽ ഒന്നും റുക്യുമ്മയുടെ വിഷ്വലുകൾ പതിഞ്ഞിട്ടില്ല. പോലീസായി ഓടി വന്ന് നിന്നത് ഇവിടെയാണ്. ആ സ്വകാര്യ അന്വേഷണം നിങ്ങൾ നടത്തിയപ്പോൾ ഒരു നായയെ കൊണ്ടുവന്നു അല്ലേ? ആ നായ വന്ന് നിന്നത് ഇവിടെയാണ്. റുക്യുമ്മ എവിടെ പോയി? പോലീസ് അന്ന് ഈ കിണർ നോക്കിയിരുന്നു, പരിശോധിച്ചിരുന്നു. താഴെ വരെ കാണുന്ന ഒരു കിണറാണ് അതില്. അന്ന് ആരെങ്കിലും ഇറങ്ങി നോക്കൂ അങ്ങനെ എന്തെങ്കിലും അന്ന് ചെയ്തിരുന്നോ പോലീസ്? ട്രോമാക്കാരൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ നോക്കി ക്ലിയർ ആയിട്ട് കണ്ടിരുന്നുണ്ട്. അടിഭാഗം എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കിണറാണല്ലേ? റുക്യുമ്മ സാധാരണ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല, വരാറില്ല. ഇങ്ങോട്ട് വരലില്ല. ആ വീട്ടിലെ ഓള് പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഒരു ദിവസം വന്നിനു. പിന്നെ അതിന്റെ ബേക്കിലൊരു വീട്ടില് പാഞ്ഞ് കുമ്പിട്ടിങ്ങാണ്ട് പാഞ്ഞ് വന്ന് അപ്പാ പെരക്കരുത്തി പേടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓള് ബേജാറായിക്കണു. ഓള് കെട്ടിക്കൊടുന്നതാ. അപ്പൊ ഒക്കെ അറിയില്ല ആരാന്നുള്ളത്. ഇങ്ങോട്ട് വന്നിട്ടില്ല ഉമ്മ? ഇല്ല, ഇങ്ങോട്ട് വന്നിക്കണേ നമ്മള് കാണും. പോലീസായി വന്നത് ഇവിടെയാണ്. അവിടെ വന്ന് നമ്മൾ കണ്ടിക്കണെങ്കിൽ നമ്മൾ വിവരം കൊടുക്കില്ല. കുട്ടികാക്കാന്റെ പെണ്ണുങ്ങളാണ്. റുക്യുമ്മയെ കാണാതാവുന്ന 21-ാം തീയതി വൈകിട്ട് 3 മണിക്ക് 4 മണിക്ക് ഇടയിലാണ്. എന്നാ പോലീസായി പോയത്? 2-3 ദിവസം എന്തായാലും കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞ ഉമ്മയെ കാണാതായത് 21-ാം തീയതി. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞാണ് പോലീസായ വന്നത്. പോലീസായ മണം പിടിച്ച് അങ്ങോട്ട് പോയി. പക്ഷെ അതിന് തൊട്ട് ബാക്കിൽ 18-ാം തീയതി വലിയ പെരുന്നാളായിരുന്നു. അപ്പൊ വലിയ പെരുന്നാളിന് ഉമ്മ ആ വഴി പോയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കിണർ കാണിച്ചത്. ചെറിയ കിണർ കണ്ടു. അതിന്റെ അടുത്തത് ഒരു വഴി. അതിലൂടെ ഉമ്മ പോയിട്ടുണ്ട്. ആ വഴിയിലേക്ക് ചെന്ന് ആ വീടിന്റെ പോയിട്ടുണ്ട്. ഷുവറാണ്. 21-ാം തീയതി ഉമ്മയെ കാണാതാവും. 18-ാം തീയതി ഉമ്മ വലിയ പെരുന്നാളിനായാലും ആ റൂട്ടിൽ പോയിട്ടുണ്ട്. അപ്പോ ഉമ്മയുടെ ഡ്രസ്സ് പോലീസായ മണപ്പിച്ചിട്ട് പോലീസായ പോയത് ആ വഴിയാണ്. 21-ാം തീയതി ഉമ്മ ആ സൈഡിൽ ഒരു CC ക്യാമറയിൽ ആ ദിവസത്തിൽ പോയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പോലീസായ ആ റൂട്ടിൽ കൂടി ഓടിപ്പോകാൻ കാരണം എന്തായിരിക്കും? ഫസ്റ്റില് പോയ ആ സ്മെല്ല്. 18-ാം തീയതി വലിയ പെരുന്നാളിന് ഉമ്മ ആ റൂട്ടിൽ പോയി. ഈ ഡ്രസ്സിന്റെ മണം പിടിച്ച് പോലീസായ പോയത് ഉമ്മ 18-ാം തീയതി പോയതിന്റെ പിന്നാലെയാണ്. ഇതാണ് വസ്തുത. കേരള പോലീസിന്റെ മെല്ലെ പോക്ക് നയമാണ് ഇവിടെ കാണുന്നത്. കാരണം പോലീസായ നിങ്ങൾ അപ്പൊ തന്നെ പോലീസ് പരാതി കൊടുത്തല്ലേ?
പക്ഷെ പോലീസ് വന്ന് 2-3 ദിവസം കഴിഞ്ഞ് പോലീസ് നായയായിട്ട് വരുന്നു. മണം പിടിച്ചു പോയ റൂട്ട് എന്ന് പറയുന്നത് ഈ റുഖിമ പോയ വഴിയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ റുഖിമ അതിലൂടെ പോയത് എപ്പോഴാണ്? 18-ാം തീയതിയാണ്. 21-ാം തീയതി അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ CC ക്യാമറയിൽ പതിയണം. പക്ഷെ ഒരു CC ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 21-ാം തീയതി റുഖിമ പോകാൻ സാധ്യത. വലിയപ്പ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പിന്നിൽ കൂടെ വന്ന് ഈ റോഡിൽ നിന്ന് ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയതാവാം. ഈ നിഗമനത്തിലാണ് നമുക്ക് എത്തി നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആരൊക്കെയോ കുറെ നാളുകളായിട്ട് കരുതിയിരിക്കുകയാണ് ഈ കുടുംബത്തെ ഉപദ്രവിക്കാനും ഈ കുടുംബത്തെ പകയോടെ നോക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അവര് ഇങ്ങനെ കരുതിയിരിക്കുമ്പോൾ ഈ ഉമ്മ പുറത്തു പോകുമെന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ആ ഉമ്മ വാതിൽക്കലേക്ക് വരുന്ന നിമിഷം ആരോ ഏതോ ഒരു വാഹനത്തിലേക്ക് കൈപിടിച്ച് കയറ്റി പോകാനാണ് സാധ്യത എന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം. അതന്നെ ആവാനാണ് സാധ്യത. ആരെങ്കിലും പിടിച്ചു കയറ്റാതെ ഉമ്മക്ക് കയറാൻ കഴിയൂല, അല്ലാണ്ട് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. സ്കൂൾ വിട്ട സമയമാണ്, ഇപ്പൊ കുട്ടികളും കാണൂല, ഉമ്മാനെ എല്ലാവർക്കും അറിയണതാ. അപ്പൊ ഇവിടെയുള്ള ഏകദേശം ആൾക്കാരെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് എല്ലാവരും. അവർക്കൊക്കെ ഉമ്മാനെ ഉപ്പാനെ അറിയാത്തവര് നമ്മളെ ഈ പരിസരത്തില് അറിയാത്തവരായിട്ട് ആരും ഇല്ല. ഞങ്ങളെ സംശയം ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലാണ്ട് ഞങ്ങളെ ഉമ്മാക്ക് ഒന്നും സംഭവിക്കൂല. ആരെയും കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് മിസ്സിങ് ആവാൻ ചാൻസ് ഇല്ല. അമ്മാവനെ നല്ല നോക്കണ ആളാ. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് പോയിട്ടുള്ളൂ. പിന്നെ ഒരു സെക്കൻഡ് കൊണ്ട് കേൾക്കുന്നത് ഉമ്മാനെ കാണാനില്ല എന്നാണ്. തെരഞ്ഞിട്ടും കാണാതാവുമ്പോ ഇവിടെ പോയി എന്നറിയില്ല. ആ ഒരു സെക്കൻഡ് കൊണ്ട് അവിടെയൊക്കെ തെരഞ്ഞിട്ടും ഉമ്മാനെ കാണില്ല. അത്രയും ദൂരം നടക്കാൻ കഴിയൂല, അത്രയും ദൂരം ഒന്നും നടന്നു വരില്ല. അവിടെ ആ പരിസരത്തുള്ളവർക്കൊക്കെ ഉമ്മാനെ അറിയണം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം റുഖിയമ്മ തന്നെ നടന്നിറങ്ങി ഇതിലൂടെ പോവില്ല. ഇതാരോ കൊണ്ടുപോയതാണെന്ന് കൊച്ചുമോള പറയുന്നത്. കൊച്ചുമോള അങ്ങനെ വെറുതെ പറയുന്നതല്ല. റുഖിയമ്മ പോയി എന്ന് പറയുന്ന ഈ വഴിയിലൂടെ മൊത്തം ഇപ്പൊ ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾ എല്ലാവരും സഞ്ചരിച്ചു. ഞങ്ങളൊരു 1-2 കിലോമീറ്റർ നടന്ന് തളർന്നു എന്നുള്ളതല്ലാതെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ CC ക്യാമറകളുണ്ട്. ഈ CC ക്യാമറയിൽ ഒന്നും അവരുടെ മുഖം കൊടുക്കാതെ അവരെ കൃത്യമായി ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയതാണെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഇതിനകത്തൊരു സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പല വാർത്തകളും ചെയ്യുമ്പോൾ നമ്മൾ സംശയത്തിന്റെ ഒരു ആനുകൂല്യം അതിനൊക്കെ കൊടുക്കും. റുഖിയമ്മയുടെ കേസിൽ ഒരു സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. മാറി നിൽക്കുന്നത് കണ്ടിട്ട് വന്ന് കൊണ്ടുപോയത്. ആ ഒരു സമയം അവിടുന്ന് ആള് മാറുന്ന വ്യക്തമായിട്ട് അറിയണ ഒരാൾ കൊണ്ടുപോയത്, അല്ലാണ്ട് ആ ഒരു പരിസരത്ത് അറിയാത്തവരില്ലല്ലോ. അപ്പൊ പിന്നെ ആരും ഒന്നും ചെയ്യൂലെന്ന് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. ഉമ്മാനെ എവിടെയെങ്കിലും വെച്ചിട്ട് മരിച്ചിട്ടുള്ളൊരു ഇതില്ല. മനസ്സും പറയണത് ആ മരിച്ചിട്ടില്ല, ആരോ കൊണ്ടുപോയിട്ടുണ്ട് തന്നെ പറയണത്. ഉള്ളിലെ ആ ഒരു നീറ്റലും നിലവിളിയുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അത് വളരെ ശാന്തമായ ശബ്ദത്തിലൂടെ അത് പറയുമ്പോഴും ഉള്ളിലെ നീറ്റലാണ് ആ ശബ്ദത്തിലുള്ളത്. ഇതിലൂടെ വന്നിട്ട് ഈ കസേര വന്നിരുന്നോ? റുഖിയമ്മയുടെ ഭയങ്കര കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു. കൂട്ടുകാരെ നല്ല അടുപ്പുണ്ട്. നല്ല അടുപ്പ് പറഞ്ഞാല് ഇങ്ങനെ വരലും പോലും അങ്ങനൊക്കെ. എത്ര വർഷമായിട്ട് അറിയാം? ഞങ്ങളിപ്പോ അയൽവാസികളല്ലേ. അങ്ങനെ സംസാരിക്കാനൊന്നല്ല, നമ്മൾ പോകുമ്പോൾ വരുമ്പോഴും ഓരോ ഇങ്ങോട്ട് വന്ന് വരുമ്പോൾ ഞങ്ങൾ വന്ന് പോകുമ്പോഴൊക്കെ ഒന്ന് സംസാരിക്കും. റുഖിയമ്മ എന്താ പറയാറ് സാധാരണ സംസാരിക്കുമ്പോ? എന്താ നമ്മള് നാട്ടുവർത്താനം അങ്ങനെ നാട്ടുവർത്താനങ്ങളൊക്കെ പറയും. 2.5 മാസങ്ങൾക്ക് മുമ്പ് റുഖിയമ്മയെ കാണാതായല്ലോ. അതിന്റെ മുന്നേ കണ്ടു വെച്ച ഓർമ്മയില്ല. കുറച്ച് മുന്നത്തേനെ പിന്നെ കണ്ടിട്ടുണ്ട്. റുഖിയമ്മ സംസാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതൊന്നും ചോർമ്മയില്ല. അപ്പൊ പറയുമ്പോ കേൾക്കുന്നല്ലാതെ പിന്നെ എനിക്ക് മനസ്സിൽ കേൾക്കൂല. ഇതിന് ബാക്കിൽ കൂടെ വരും. ബാക്കിൽ കൂടെ വന്നിട്ട് ഇവിടെ കിടക്കുമ്പോ ഇവിടെ വഴുതി വീണതാണ്. അങ്ങനെ 2 തവണ ആയിട്ട് ഇവിടെ വീണ് കിടന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഇവിടെ വീണ് കിടന്നിട്ടുണ്ട്. ഇതിലൂടെ അങ്ങോട്ട് കടക്കാൻ നോക്കണതാണ്. അതിലൂടെ വന്നിട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പൊ അവിടുന്ന് ഇവിടം വരെ എങ്ങനെ കുഞ്ഞു കടന്നു വരുമോ? കുഞ്ഞു കടന്നു വരും. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഇവിടെ നേരെ കിടക്കാൻ പറ്റൂല. അപ്പൊ അവിടെ കിടക്കും. അവിടെ നിന്ന് വരുമ്പോക്കിന് ആള് ക്ഷീണിച്ചു, ടയർഡായി. എന്നിട്ട് ഇവിടെ വീണ് പോയിട്ടുണ്ട്. വീണ് പോയിട്ട് എത്ര സമയമൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ട്? ഇങ്ങനെ സാധനങ്ങൾ എടുക്കാൻ വണ്ടിയിട്ട് വരുമ്പോഴാണ് ചിലപ്പോൾ കാണല്. അപ്പൊ അവിടെ വീണ് കിടന്ന് ഒന്നായിട്ട് വിയർത്ത് കളറൊക്കെ ചോപ്പ് കളറായി. അപ്പൊ ഒരുപാട് സമയം കിടന്നിട്ടുണ്ട്. കണ്ണു വെട്ടി കഴിഞ്ഞാൽ അപ്പത്തിന് ഇറങ്ങി വന്ന് ഇവിടെ ഒന്ന് വീണ് കിടന്നല്ലേ? പക്ഷേ നമ്മളെ ഗേറ്റ് അടക്കലില്ല. പക്ഷെ അങ്ങോട്ടേക്ക് മൂപ്പരാൾ അങ്ങനെ പോവലേ ഇല്ല. ഇങ്ങനെയുള്ള ഓരോ ജോലികളാ ചെയ്യാ. നമ്മളെ കോയിൻ കൂട്ടിന്റെ അവിടെ പോവാ, അവരിതൊക്കെ നോക്കുക, വടിയെടുത്തിട്ട് ഓരോ സാധനങ്ങൾ അടിക്കുക, അങ്ങനെയുള്ള ഓരോന്നൊക്കെയാണ് ചെയ്യുക. റുഖിയമ്മ നഷ്ടമായത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇപ്പം ഞാൻ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് പോലീസിനോട് ചോദിക്കാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. റുഖിയമ്മ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണല്ലോ? തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അന്വേഷണം അന്ന് ഡോഗ് സ്ക്വാഡ് ആയിട്ട് ഒന്ന് പോവുകയൊക്കെ ചെയ്തിരുന്നു. പോയിരുന്നു. അപ്പോൾ അന്ന് പോലീസിനായ ഓടിയ റൂട്ടൊക്കെ ഞങ്ങളൊന്ന് യാത്ര ചെയ്തു. പക്ഷെ ആ CC ക്യാമറയിൽ ഒന്നും കാണുന്നില്ല. റുഖിയമ്മ നഷ്ടപ്പെടുന്ന 21-ാം തീയതി വൈകിട്ട് 3 മണിക്ക് 4 മണിക്ക് ഇടയിലാണ്. അപ്പോൾ ആ സമയത്തുള്ള CC ക്യാമറ വിഷയത്തിലൊന്നും റുഖിയമ്മ ഇല്ല. പക്ഷെങ്കിൽ പോലീസിനായ ഓടിയത് ആ റൂട്ടിലാണ് തന്നെ. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളൊരു കാര്യം കണ്ടെത്തിയെന്ന് വെച്ചാൽ 18-ാം തീയതി വലിയ പെരുന്നാളായിരുന്നു. അപ്പോൾ വലിയ പെരുന്നാളിന് റുഖിയമ്മ ആ റൂട്ടിൽ പോയിരുന്നു. 18-ാം തീയതി വലിയ പെരുന്നാളായിരുന്നു. റുഖിയമ്മ 18-ാം തീയതി ആ റൂട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനായ ഓടിയത് തീർച്ചയായിട്ടും റുഖിയമ്മയുടെ മണം പിടിച്ചിട്ടാണല്ലോ പോയത്. അങ്ങനെയുള്ളൂ. എന്തെങ്കിലും ഒരു ലീഡ് ഉണ്ടോ ഇപ്പം നിലവിൽ? ഹിന്ദികളൊന്നുമില്ല.
പോലീസ് സ്റ്റേഷനിൽ വന്നു. ഞാൻ SHO ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ക്യാമറയുടെ മുമ്പിലൊന്നും നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. പക്ഷേ അത് വെച്ച് ഞാൻ 1-2 കാര്യങ്ങൾ അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചു. 21-ാം തീയതി ഉമ്മയെ നഷ്ടപ്പെടുന്നു. ഉമ്മയെ നഷ്ടപ്പെട്ട് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസും പോലീസ് നായൊക്കെ അവിടെ എത്തുന്നത് തന്നെ. അവിടേക്ക് 2 ദിവസം മഴയൊക്കെ പെയ്ത് മാറിയിരുന്നു. ഈ പോലീസ് നായ പോയ റൂട്ടിൽ ഞങ്ങൾ പോയി. ആ റൂട്ടിലെ CC ക്യാമറയിലൊന്നും ഈ റുഖിയുമ്മ പതിഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? റുഖിയുമ്മ എങ്ങോട്ടേക്കാണ് പോയത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. 18-ാം തീയതി വലിയ പെരുന്നാളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 18-ാം തീയതി വലിയ പെരുന്നാളോട് ബന്ധപ്പെട്ടിട്ട് റുഖിയുമ്മ ആ റൂട്ടിൽ യാത്ര ചെയ്തിരുന്നു. തീർച്ചയായിട്ടും റുഖിയുമ്മയുടെ വസ്ത്രം മണപ്പിച്ച് ഈ പോലീസ് നായ പോയ വഴി എന്ന് പറയുന്നത് 18-ാം തീയതി റുഖിയുമ്മ സഞ്ചരിച്ച വഴിയായിരിക്കാം. കാരണം 21-ാം തീയതി റുഖിയുമ്മ പോയതിന് ശേഷം പോലീസ് നായുമായിട്ട് അവിടെ മണപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും റുഖിയുമ്മ അതിലൂടെ യാത്ര ചെയ്തതായിട്ട് CC ക്യാമറയിൽ ഒന്നും പതിഞ്ഞിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? 18-ാം തീയതി റുഖിയുമ്മ ഇതിലൂടെ യാത്ര ചെയ്തതിന് പിന്നാലെ ആയിരിക്കാം പോലീസ് നായ പോയിരിക്കുന്നത്. അന്വേഷിക്കാനും തേടി അലയാനും ഇനിയൊരു സ്ഥലമില്ല എന്ന് തന്നെ പറയാം. റുഖിയുമ്മ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ, വീട്ടുകാരുടെ പ്രതീക്ഷയാണത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ നെഞ്ചിലേറ്റി. ഞങ്ങളുടെ അന്വേഷണം ഒരുപാട് വൈഡായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു. തിരക്കുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും, എല്ലാ ബസ് സ്റ്റേഷനുകളിലും, രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഞങ്ങൾ നോക്കി. എന്തെവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ. പക്ഷേ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, റുഖിയുമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗേറ്റിംഗിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ ആരെങ്കിലും പിടിച്ചു കയറ്റിക്കൊണ്ട് പോയതാണെങ്കിലോ നമ്മൾ ഈ തപ്പി അന്വേഷിച്ച് തേടി നടക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ അന്വേഷണം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. റുഖിയുമ്മയെ കണ്ടെത്തും. അത് ആ കുടുംബത്തിൻ്റെ ഉറച്ച പ്രതീക്ഷയാണ്. എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ വീഥികളിലും ഞങ്ങളാകുന്ന വിധം ഞങ്ങൾ അന്വേഷിച്ചു. ആ സ്ത്രീയോട് ഒരു രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടെത്തി. പക്ഷേ റുഖിയുമ്മ അല്ല എന്നുള്ളത് ഞങ്ങൾക്കേറെ സങ്കടമുണ്ടാക്കി. ഞങ്ങൾ റുഖിയുമ്മയെ തേടി തന്നെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ ആ സ്ത്രീയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്നു.